അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാവരും കൂടെ ആയപ്പോൾ ബിരിയാണി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് ഇവിടെ ഒന്ന് ഞങ്ങൾ വെക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വെച്ചത് കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളി വഴറ്റാനുള്ള കൂടി ഇട്ടു കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴറ്റി വരണം. എന്നിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. തക്കാളി നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള നല്ല പഴുത്ത തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് കേട്ടോ. അതൊന്ന് ഒരു നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ച് ചേർക്കുക. മൂന്നും കൂടെയാണ് ഒന്നിച്ചരച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിന് ശേഷം മസാലയൊക്കെ ആയതിനു ശേഷം ചിക്കനും കൂടെ ആഡ് ചെയ്തിരുന്നു. നമ്മൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. ചിക്കൻ ഒരു കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷമാണ് നമ്മൾ ചോറ് ഊറ്റിയിടുന്നത് കേട്ടോ. ചോറ് ഇതുപോലെ തന്നെ മറ്റടുപ്പിൽ ഒപ്പം വെച്ചിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷം നമ്മൾ ഈ വെന്ത ചിക്കൻ്റെ മുകളിൽ മസാലക്കൂട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒരു നേരം അങ്ങനെ നമുക്ക് നിരത്തി വയ്ക്കാം. ചോറിൻ്റെ പകുതിയോളം നമുക്ക് 1.5 കിലോ ചോറാണ് കേട്ടോ ഞങ്ങൾ അരിയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഫസ്റ്റ് ലെയറായിട്ട് ആ ചിക്കൻ മസാലേൻ്റെ മുകളിൽ നിരത്തി വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു 1.5 സവാള നമ്മൾ വറുത്തെടുത്തിരുന്നു കേട്ടോ, നല്ലപോലെ മുരിച്ചിട്ട്. അപ്പോൾ അത് ഒന്നങ്ങോട്ട് പരത്തി വെച്ചു. കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയും കൂടെ നമ്മൾ എല്ലാത്തിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്തു കേട്ടോ. ഒരു ലെയർ അങ്ങനെ കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചിക്കനോട് കൂടി മസാലയോട് കൂടി ചിക്കൻ എടുത്ത് വെച്ചിരുന്നു. ആ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആദ്യം ഏറ്റവും താഴെ നമ്മൾ പകുതി ചിക്കൻ മസാലയും കൂടെ ഉള്ള ആ മസാലക്കൂട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി മാറ്റി വെച്ചതാണ് ഇപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്തു. എന്നിട്ട് ഒരേപോലെ അതിൽ ആകെ നിരത്തി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കംപ്ലീറ്റ് പകുതി ചോറായിരുന്നു മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ പകുതി ചോറും മൊത്തത്തിൽ നമുക്ക് കട്ടയില്ലാതെ നിരത്തി കൊടുക്കാം. അപ്പോൾ ഒരുവിധം എല്ലാം നിരത്തി വെച്ചതിന് ബാക്കിയുള്ളതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ പോലെ തന്നെ അതിലേക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇതാണ് കേട്ടോ, പട്ട, ഗ്രാമ്പു അത് ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്. ബിരിയാണിക്ക് ഇടയ്ക്ക് ബിരിയാണി മസാലേൻ്റെ കൂടെ കൂട്ടിയാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരിയുടെ വറുത്ത് വെച്ചത് നെയ്യിൽ വറുത്ത് വെച്ച കേട്ടോ, അതും കൂടെ ആഡ് ചെയ്ത് ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു വെയിറ്റ് ചേർക്കണം. ദമ്മ് നമ്മൾ മുകളിൽ കണലിടണില്ല, അതിന് പകരം നമ്മൾ വെയിറ്റാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ആണ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ച് ഒരു ചെരുവത്തിൽ ഒരു പകുതി വെള്ളം വെയിറ്റായിട്ട് വയ്ക്കാം കേട്ടോ. ഇനി അതവിടെ ഒരു 3/4 മണിക്കൂറോളം വയ്ക്കുന്നുണ്ട് കണലിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല ടേസ്റ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് പറയണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വിരുന്ന്, നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ നമ്മളെ വിരുന്നൂണ്. ഓക്കെ, ഇത്രത്തേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.